ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി കേട്ടോ. പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് പൂർത്തിയായില്ല. അതുക്ക് മുന്നേ എനിക്ക് വയ്യാണ്ടായി കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഒരു 7 മണി 7:30 ആയപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. സാധാരണ 5:30 6 മണി ആ ഒരു സമയത്തൊക്കെ എഴുന്നേക്കണെയാണ്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. ലേറ്റായാണ് കിടന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ പിന്നെ രാവിലെ പോയിട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് കുറച്ച് നേരം അങ്ങനെ പുറത്ത് പോയിരുന്നിട്ട് അമ്മയായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ റൂമിലോട്ട് കയറി വന്നത് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേറെ ഒന്നുമില്ല, അമ്പാടിയുടെ ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം കഴിക്കാമെന്ന് കരുതി. ഇതെനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, കാരണം അതിൻ്റെ അകത്ത് വേറെ എന്തോ ഒരു ടേസ്റ്റുള്ള ഒരു ക്രീം വെച്ച ബിസ്ക്കറ്റാണ് കേട്ടോ. പിന്നെ ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരെണ്ണം ഒരുവിധം കഴിക്കുവാണ്. പിന്നെ അമ്പാടി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര വഴക്കാണ് കേട്ടോ, റൂമിലോട്ട് വരണം എന്നും പറഞ്ഞിട്ട്. അവനിവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞാവേയും കൂടെ എണീറ്റ് കിടക്കുന്നത് ഭയങ്കര അലമ്പാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കരച്ചിൽ കൂടി വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ തന്നെ പറഞ്ഞു ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ എന്ന് പറയുമായിരുന്നു കേട്ടോ. പകരം വാവേനെ എടുത്തുകൊണ്ട് പോക്കോ, അല്ലെങ്കിൽ 2 പേരും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇടയ്ക്ക് വഴക്കുണ്ടാക്കും. പിന്നെ ചെറിയവൻ കരച്ചിലായി. പിന്നെ ഞാൻ അമ്പാടിനെ വഴക്ക് പറയും. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാറും കൂവും ബഹളവും ഒക്കെ ആയിട്ടോ. അതുകൊണ്ട് പിന്നെ ചേട്ടൻ വാവേനെ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുറച്ച് കഴിഞ്ഞെടുത്താൽ മതി എന്നാൽ, കാരണം ഇപ്പം അവൻ ഒതുങ്ങി കിടക്കുവാണല്ലോ. അതുകൊണ്ട് അപ്പം അമ്പാടിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് വെച്ചിട്ട് അമ്പാടിക്ക് ബിസ്ക്കറ്റ് വേണ്ട. അമ്പാടിക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കിയൊക്കെ കഴിക്കാനാണോ ഇഷ്ടം. അതുപോലെ പാൽ ചായ, പാല്, കട്ടൻ ചായ അതൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല ആൾക്ക്. കുടിവെള്ളം ചെറു ചൂടോടെ അതിൽ മുക്കിയാണ് ആൾക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറ്. അവനതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുടിവെള്ളത്തിൽ മുക്കി തന്നാൽ മതി എന്ന് പറയുമായിരുന്നു കേട്ടോ. വെള്ളം എന്നൊക്കെ കാണിച്ചു തന്ന് അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ പിന്നെ രാവിലത്തെ ആ ഒരു ബഹളവും കരച്ചിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ബിസ്ക്കറ്റ് തിന്നതിന് ശേഷം അവനും കൊടുക്കാമെന്ന് കരുതി. പിന്നെ 2 പേരും കൂടെ മുട്ടും തോണ്ടും ഒക്കെ ആയി. അമ്പാടിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മൂക്കയിൽ പിടിച്ച് ഞെക്കണം, കണ്ണിൽ പിടിച്ച് കുത്തണം. ഇതൊക്കെയാണ് അമ്പാടിയുടെ പണി. എന്നാലും അങ്ങനെ വലിയ ശക്തിയോടെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. 2 പേർക്കും ഭയങ്കര സ്നേഹമാണ്. അമ്പാടിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുകുട്ടൻ്റെ ഭയങ്കര സ്നേഹവും സന്തോഷമാണ് കേട്ടോ. കുഞ്ഞുകുട്ടൻ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോലും പെട്ടെന്ന് ഹാപ്പിയാവും അമ്പാടിനെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ 2 പേരെ അടുത്തിരുത്തിയിട്ട് നമുക്ക് എങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ നമ്മൾ ഭൂതം കാത്ത പൊന്നു പോലെ ഇങ്ങനെ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അടിക്കുകയോ കുത്തുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അമ്പാടിക്ക് ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ചേട്ടനോട് പോയിട്ട് ശകലം കുടിവെള്ളം എടുത്തു തരാൻ പറയുമായിരുന്നു കേട്ടോ. കാരണം കുപ്പിക്കകത്ത് വെള്ളം ഇരിപ്പുണ്ട്, അത് കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തിളപ്പിച്ച വെള്ളം ഇരിപ്പുണ്ടല്ലോ അടുക്കളയിൽ. അങ്ങനെ ചേട്ടൻ പോയിട്ട് വെള്ളമൊക്കെ എടുത്ത് തന്നു. പിന്നെ ഞാൻ അമ്പാടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുവാണ് കേട്ടോ. അമ്പാടീനെ ഫുഡ് തീറ്റിക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചടങ്ങാണ്. ഒരു 2 മണിയാകുമ്പോൾ നമ്മൾ ഇച്ചിരി ആഹാരം കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ, ചോറൊക്കെ കൊടുക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒരു 3:30 4 മണിയാകുമ്പോൾ തീരും. കാരണം ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ പിന്നെ കാത്തു കാണിച്ചൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു കുറച്ചെങ്കിലും കഴിക്കും. ഇല്ല എങ്കിൽ വെറുതെ ഇരുന്ന് കൊടുക്കുവാണെങ്കിൽ അവനങ്ങനെ കുറച്ച് നേരം ഇട്ട് ചവച്ചിട്ട് തുപ്പിക്കളയും. അതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും കാത്തുമൊക്കെ കാണിച്ചങ്ങനെ ഇരിക്കണേ. ഇനിയിപ്പോൾ നഴ്സറിയിലൊക്കെ ആക്കി തുടങ്ങുമ്പോഴത്തേക്കും പതിയെ പതിയെ ഫോണിൽ നിന്നും അകത്താലോ. അല്ലെങ്കിൽ പിന്നെ ഇതിന് അഡിക്റ്റായി പോയത് കൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡൊന്നും കഴിക്കത്തില്ല. പലഹാരം മാത്രം മതി, ബിസ്ക്കറ്റ് മാത്രം മതി, വേറെ ഒരു പലഹാരവും കഴിക്കത്തില്ല. കടയിൽ നിന്നൊക്കെ അപ്പമൊക്കെ മേടിച്ച് കൊടുത്താലും വീട്ടിലുണ്ടാക്കിയാലും ഒന്നും ആൾ കഴിക്കത്തില്ല. പുട്ട് ഇഷ്ടമാണ് കേട്ടോ. പുട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്തൊരു സാധനമാണ് പുട്ട്. ഇടിയപ്പമൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ അതും ഉണ്ടാക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ആയതുകൊണ്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഗ്യാസൊക്കെ തീർന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഈ ആഴ്ച എടുക്കണം. തീർന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ പലഹാരവും കാര്യങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ, ഉണ്ടാക്കാറില്ല. എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ പൊടികളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി, അപ്പപ്പൊടിയും പുട്ടുപൊടിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അടുപ്പയിട്ട് വെക്കൽ പാടാണ്, കാരണം ഗ്യാസേ വെക്കണ പാത്രങ്ങളാണ് മൊത്തം. അപ്പോൾ പിന്നെ അതുകൊണ്ട് അടുപ്പയിൽ വെച്ച് പിന്നെ അത് കരിച്ച് പുകച്ച് കളഞ്ഞിട്ട് പിന്നെ അത് ഉപേക്ഷിക്കേണ്ടി വരും. വീണ്ടും എനിക്ക് ഗ്യാസിലെടുത്ത് വെക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങ് ഇരുന്ന് അവന് ബിസ്ക്കറ്റ് എല്ലാം കൊടുത്ത് അങ്ങനെ ഇരുന്നതിന് ശേഷം കുഞ്ഞുവാവ അലമ്പായി തുടങ്ങി. അവന് കുറേ നേരം ഇങ്ങനെ കമന്ന് കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ കരച്ചിലും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇവനെ എടുത്തുകൊണ്ട് വെളിയിലോട്ട് പൊക്കോ, ഞാൻ ബിസ്ക്കറ്റൊക്കെ അമ്പാടിക്ക് കൊടുത്തതിന് ശേഷം ഞാനും വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവന് മൊബൈലിൻ്റെ സ്ക്രീനും വെട്ടമൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ആൾ പിന്നെ സൈലൻ്റായി, കരച്ചിലൊക്കെ മാറി കേട്ടോ. പിന്നെ ചേട്ടൻ വന്ന് അവനെ പുറത്തോട്ട് കൊണ്ടുപോയി. അവന് വെളിയിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരാളുടെ ഒക്കത്തിരുന്ന് അങ്ങനെ കറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അമ്പാടിക്ക് ഫുഡൊക്കെ കൊടുത്ത് അതൊക്കെ മതിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പതിയെ വെളിയിലോട്ട് വന്നു കേട്ടോ. കുറച്ച് വീഡിയോ ഇന്ന് എടുത്തുള്ളൂ, കാരണം തീരെ വയ്യാണ്ടായിപ്പോയി. ഇവരെ കുളിപ്പീരെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാകെ വീണ് പോയി കേട്ടോ.
ഇവിടെ ഞാൻ ഒട്ടുമിക്ക ദിവസം വന്നിരിക്കണതാണ്. ഇവിടെ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ, ഇങ്ങോട്ടേക്ക് വെയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോലും രക്ഷയില്ല. അപ്പോൾ വെയിലൊക്കെ വരുന്നതിന് മുന്നേ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇരിക്കാനായിട്ട്. നല്ല രസമാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ, കാറ്റും ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ കിട്ടും. അമ്പാടി ഇതിലെ മണ്ണൊക്കെ വാരി നടപ്പുണ്ട് കേട്ടോ. അമ്പാടീനെ ഈ ഒരു സ്ഥലത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. ഇത് നമ്മൾ വീടൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിട്ട് കുറച്ച് എംസാൻഡ് പൊടിയായിരുന്നു കേട്ടോ. കുറച്ച് അപ്പുറത്തെ സൈഡിലും കിടപ്പുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അമ്പാടിക്ക് അപ്പം തന്നെ അതെല്ലാം വാരി ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പാലം പോലെയൊക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ അതേ കുഞ്ഞുവാവ ചേട്ടൻ്റെ ഒക്കത്തിരിപ്പുണ്ട്. അതിന് ശേഷം പിന്നെ 2 പേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി റൂമിൽ കയറ്റി കേട്ടോ ഒരുവിധം. പിന്നെ അതേ ചേട്ടൻ ഇവിടെ നിന്ന് അടയ്ക്ക പൊളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അടയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കുറച്ചിരുന്ന് പൊളിക്കുവാണ് കേട്ടോ. ഇത് ഭയങ്കര മല്ലായി അടയ്ക്ക പൊളിക്കൽ, അതുകൊണ്ട് കുറച്ച് ഇന്നും കുറച്ച് നാളെയായിട്ട് പൊളിക്കാമെന്ന് വെച്ചിട്ട് കുറച്ചിരുന്ന് ഇന്ന് പൊളിക്കുവാണ് കേട്ടോ. പിന്നെ ആ റൂമിലോട്ട് വന്നു. അപ്പോൾ ചേട്ടനും അനിയനും ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുഞ്ഞുവാവയുടെ വായിൽ നിന്ന് ഇങ്ങനെ തുപ്പലൊഴുകി വന്നപ്പോൾ അത് തൂത്ത് കളയുവാണ് കേട്ടോ ചേട്ടൻ, അമ്പാടിക്കുട്ടൻ. അപ്പോൾ അവനിഷ്ടമില്ല അങ്ങനെ തുപ്പലൊക്കെ ഒലിച്ചിരിക്കുന്നത്, അവനെപ്പോൾ കണ്ടാലും തൂത്ത് കളയും കേട്ടോ. പിന്നത്തെ വീഡിയോ മൊത്തം ഹോസ്പിറ്റലിൽ വെച്ചാണ് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. കാരണം എനിക്ക് തീരെ വയ്യാണ്ടായി കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഒന്നിനും പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അനിയൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ നേരെ ഹോസ്പിറ്റലിൽ വന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ എടുക്കണ കാര്യം പറഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ പോയി എടുത്തതിന് ശേഷം 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ 1/2 മണിക്കൂർ അകത്തിരുന്ന് വെയിറ്റ് ചെയ്യൽ പാടാണ്. കാരണം അമ്പാടി എന്ത് ചെയ്ത് അകത്തിരുത്തത്തില്ല. പിന്നെ ഞങ്ങൾ വെളിയിലോട്ട് വന്നു. അവന് ഇതിലെ നടക്കണത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വെളിയിലോട്ട് വന്നു കേട്ടോ. പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ അടുത്തോട്ട് കയറി പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത് പിന്നെ വെളിയിലെ കൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എന്ത് ചെയ്താൽ ഈ ഫോണൊന്ന് വെക്കാൻ ഒരു സ്ഥലം കണ്ടെത്തിയില്ല കേട്ടോ. കാരണം ഒരുപാട് സ്ഥലമുണ്ട്, പക്ഷേങ്കിൽ ഈ ലൈറ്റൊക്കെ ഇങ്ങനെ നമ്മുടെ നേരെ ആയിട്ട് ഇരിക്കണതുകൊണ്ട് ഫോണിൽ നിന്നുമുള്ള വെട്ടം അടിക്കുമ്പോഴത്തേക്കും നമ്മളെ കിട്ടത്തില്ല, അവിടെ ഇങ്ങനെ ഇരുട്ടായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ അതിലെ നടന്ന് വീഡിയോ എടുത്തു. ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വലിയ വിഷയമില്ലല്ലോ. കുറേ സ്ഥലമൊക്കെ നോക്കി ഞാൻ, ആ ഒരു തൂണിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ നോക്കി കേട്ടോ. പക്ഷേ അവിടെ ഒരു ചെരിവുള്ളത് കൊണ്ട് പറ്റിയില്ല. പിന്നെ ഒരു ലാബിൻ്റെ അടുത്ത് വന്നു. ഇവിടെ അമ്പാടിക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ വന്ന് നിന്ന് ഫോൺ അവിടെ ചാരി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അതിലൊരു പട്ടിക്കുട്ടൻ നടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറിയിട്ട് അവിടെയും ഫോണൊക്കെ ചാരി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുവാണ്. അപ്പോൾ പിന്നെ 1/2 മണിക്കൂറിന് ശേഷം പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ കാണാൻ പറ്റിയില്ല. ഒരു 2 ഉത്സവത്തിനുള്ള ആളുണ്ടായിരുന്നു, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി പോന്നു. എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ വന്നപ്പോൾ രാത്രി ഒരു 7:30 ആയി കേട്ടോ. പക്ഷേ തിരിച്ചു പോയപ്പം 10 മണിയൊക്കെ കഴിഞ്ഞു. കാരണം അന്നേരം ഞങ്ങൾക്ക് കയറി കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ആളുണ്ടായിരുന്നു. ഞാൻ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് പെറുക്കി വന്ന് ഒരു സ്ഥലത്തുനിന്ന് ഇരിക്കണം. അകത്ത് എന്ത് ചെയ്ത് അമ്പാടി കയറ്റത്തില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് ഞാൻ നടക്കുക. കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ നിന്നുകൊണ്ട് വീഡിയോ എടുക്കലും നിന്ന് മടുത്ത്. പിന്നെ ആണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കലായിട്ട് ഇങ്ങനെ ഒരു വരാന്ത പോലെ ഇരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിരിക്കാമെന്നും കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അവിടെ ആകുമ്പോൾ ഫോണും വെച്ചിട്ട് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയാമല്ലോ എന്ന് ഓർത്തിട്ട് ഇതേ അവിടെ ഇരുന്ന് ഞങ്ങൾ ഓരോ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ. ഇനി എപ്പോൾ വീട്ടിൽ പോകും, കുഞ്ഞിതിനെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിരിക്കുവാണ്. അമ്പാടി ഇതിലെ മുട്ടിലഴിഞ്ഞ് നടപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ശുഭരാത്രി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.